ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ 2026 ബന്ധപ്പെട്ട് കൈറ്റ് പുറത്തിറക്കിയിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളിലെ സ്ക്രൈബ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം എന്ന് പരിശോധിക്കാം. മാതൃകയിൽ തന്നിരിക്കുന്ന പോലെ ഒരു മാഗസിൻ പേജ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. സ്ക്രൈബസിൽ ഒരു A4 പേജ് തയ്യാറാക്കിക്കൊണ്ട് തെയ്യം cover.png എന്ന ചിത്രം പശ്ചാത്തലമായി ഉൾപ്പെടുത്തുക. അതിന് താഴെ ഒരു ദീർഘചതുരം നിർമ്മിച്ചുകൊണ്ട് അതിലൊരു റെഡ് 6 എന്ന ഒരു നിറം നൽകുക. ചതുരത്തിനുള്ളിൽ തെയ്യം എന്ന ഒരു തലക്കെട്ട് നൽകി അതിന് നിറം നൽകണം. അതിന് താഴെ വേർ ദ ഗോഡ്സ് ഡിസെൻഡ് എന്ന ടെക്സ്റ്റ് ചേർക്കണം. ആവശ്യമായ പശ്ചാത്തല നിറം നൽകുക. ഇത്തരം കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ചെയ്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ _ തെയ്യം എന്ന ഫയൽ നെയിം നൽകിക്കൊണ്ട് PDF ഫോർമാറ്റിൽ exam10 പ്രോഡക്റ്റ് എന്ന ഫോൾഡറിലേക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. നമുക്ക് ആദ്യമായി സ്ക്രൈബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സ്ക്രൈബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിന് 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രൈബസ് എന്ന് സെർച്ച് ചെയ്ത് സ്ക്രൈബസ് ഓപ്പൺ ചെയ്യാം. സ്ക്രൈബസ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് A4 സൈസാണ്. അത് ഓൾറെഡി A4 സൈസ് തന്നെയാണ്, സിംഗിൾ പേജ് തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്തേണ്ടതില്ല. ഇവിടെ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു തെയ്യം ഒരു ചിത്രം നമുക്ക് ചേർക്കണം. ഇപ്പോൾ ഈ ഒരു പേജ് ഇത്തിരി സൂം ഔട്ടായി നിൽക്കുകയാണ്. ഒന്ന് സൂം ചെയ്യുന്നതിന് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പോൾ പേജ് ഒരു ഫുൾ സ്ക്രീനിലേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നമുക്കിതിലേക്ക് ഒരു ചിത്രമാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇമേജ് ഫ്രെയിം നമുക്ക് ചേർക്കാം. ഇമേജ് ഫ്രെയിം ചേർക്കുന്നതിന് ഈ മുകൾ വശത്ത് കാണുന്ന ഇമേജ് ഫ്രെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇമേജ് വരയ്ക്കാം. ആ ഇമേജ് ഫ്രെയിം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഈ ഇമേജ് ഫ്രെയിമിലേക്കാണ് നമുക്ക് ആ ചിത്രം ചേർക്കേണ്ടത്. ചിത്രം ചേർക്കുന്നതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടൻറ്റ് എന്നതിൽ അതിൻ്റെ നേരെ കാണുന്ന ഗെറ്റ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഹോമിലേക്ക് പോവാണ്. ഈ വിൻഡോ ഒരല്പം ചെറുതാണെങ്കിൽ നമുക്ക് കോർണറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ വലുതാക്കാനായിട്ട് കഴിയും. അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം ഹോമിലേക്ക് പോകുന്നു. ഹോമിനുള്ളിലുള്ള നമ്മുടെ ഇമേജസ് 10 തെയ്യം cover.png എന്ന ഒരു ഫയലുള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ആ ഒരു ചിത്രം അങ്ങോട്ടേക്ക് എത്തുന്നു. നമുക്ക് ആ ചിത്രം കുറച്ചുകൂടി ഈ ഒരു ഇമേജ് ഫ്രെയിമിനുള്ളിലേക്കൊന്ന് സ്കെയിൽ ചെയ്യാം. അതിനുവേണ്ടി ഇപ്പോൾ നിലവിൽ ഇമേജ് പ്രോപ്പർട്ടീസ് ഓണായി നിൽക്കുന്നുണ്ട്. ഇമേജ് പ്രോപ്പർട്ടീസ് കണ്ടില്ല എങ്കിൽ വിൻഡോസിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാം. ഇമേജ് പ്രോപ്പർട്ടീസിലെ ഫ്രീ സ്കെയിൽ എന്നതിന് താഴെ 100% എന്നുള്ളത് നമുക്കൊന്ന് കൂട്ടി നൽകാം. അങ്ങനെ കൂട്ടി നൽകിയതിന് ശേഷം നമുക്കിവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു പ്ലസ് ഐക്കൺ കിട്ടുന്നതാണ്. ആ പ്ലസ് ഐക്കൺ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇതിനുള്ളിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഇമേജ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇവിടെ ഒരു റെക്റ്റാങ്കിളാണ് ചേർക്കേണ്ടത്. റെക്റ്റാങ്കിൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഷേപ്പ് ഐക്കണാണ്. ഷേപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നതിന് വേണ്ടി പ്രോപ്പർട്ടീസിലേക്ക് വരാം. പ്രോപ്പർട്ടീസിൽ കളേഴ്സ് എന്ന് കാണാം. കളേഴ്സിൽ ഇപ്പോൾ നിലവിൽ റെഡ് മാത്രമാണ് ഉള്ളത്. നമുക്ക് കൂടുതൽ കളറുകൾ ലഭിക്കണമെങ്കിൽ ഈ എഡിറ്റിലെ കളേഴ്സ് ആൻഡ് ഫിൽസിലേക്ക് വന്നതിന് ശേഷം ഇവിടെ മാനേജ് കളർ സെറ്റ് എന്നുള്ളത് സ്ക്രൈബസ് മാറ്റി ഓക്സിജനിലേക്കൊന്ന് മാറ്റുന്നു. അതിനുശേഷം നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കൂടുതൽ കളറുകൾ നമുക്ക് ലഭ്യമാകും. ഇവിടെ റെഡ് 6 എന്നൊരു കളറാണ് കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. റെഡ് 6 എന്ന കളർ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിനുള്ളിലേക്ക് തെയ്യം എന്ന ഒരു ടെക്സ്റ്റും ചേർക്കണമായോ. അതുപോലെ വെയർ ദ ഗോഡ് ഡിസെൻഡ് ഈ ഒരു ഫ്രെയിം വേണം. അതിന് ഈ ടീയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ടെക്സ്റ്റ് ഫ്രെയിം ചേർക്കുകയാണ്. ടെക്സ്റ്റ് ഫ്രെയിം ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ കളർ ഡിഫോൾട്ടായിട്ട് വരുന്നത് ബ്ലാക്ക് കളറും അതുപോലെ ചെറിയൊരു സൈസുമാണ് ഫോണ്ടിൻ്റേത്. ആദ്യം തന്നെ അതിൻ്റെ കളറും അതുപോലെ ഫോണ്ടും സൈസും മാറ്റി ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുവേണ്ടി ഈ കളേഴ്സ് ആൻഡ് എഫക്റ്റ് എന്നുള്ളതിന് താഴെ ബ്ലാക്ക് എന്നുള്ളത് മാറ്റി യെല്ലോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഫോണ്ട് ആവശ്യമുള്ള ഒരു നല്ലൊരു ഫോണ്ട് കൊടുക്കും. ഞാനിപ്പോൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് കൊടുക്കുകയാണ്. ഇമ്പാക്റ്റ് റെഗുലർ എന്നൊരു ഫോണ്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ സൈസ് ഒരു 35 എന്നൊരു സൈസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനുള്ളിലേക്ക് വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. അങ്ങനെ തെയ്യം എന്ന് ടൈപ്പ് ചെയ്യുന്നു.
ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ ഇനി വെയർ ദ ഗോഡ്സ് ഡിസെൻഡ് എന്നുള്ള ഒരു ടെക്സ്റ്റ് കൂടി താഴെ ചേർക്കണം. പിന്നെ വീണ്ടും മറ്റൊരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുന്നു. അതിനുള്ളിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ചേർക്കാം. അത് വൈറ്റ് ടെക്സ്റ്റ് ആയതുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കളർ ഒന്ന് സെറ്റ് ചെയ്ത് വൈറ്റിലേക്കൊന്ന് മാറ്റുന്നു. ഇവിടെ ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഫ്രീ സെരീഫാണ്. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് മാറ്റി നിൽക്കും. അതുപോലെ ഫ്രീ സെരീഫ് എന്ന ഫോണ്ടും ഇപ്പോൾ ഇവിടെ സൈസ് കൊടുത്തിരിക്കുന്ന 18 പിക്സലുമാണ്. അപ്പോൾ അതിനനുയോജ്യമായ തരത്തിലേക്ക് അതിൻ്റെ ഫോണ്ടും അതിൻ്റെ സൈസും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒന്ന് PDF ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എക്സ്പോർട്ട് PDF സേവ് ആസ് PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ചേഞ്ച് എന്ന ഭാഗത്ത് ശേഷം ഹോമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ നൽകാം. രജിസ്റ്റർ നമ്പർ _ തെയ്യം PDF എന്ന് നൽകിയതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഈ വിൻഡോയിലെ സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതൊരു PDF ആയിട്ട് മാറ്റപ്പെടുന്നു. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.